ജയറാം ചേട്ടനെ വിളിച്ചപ്പോൾ ജയറാം ചേട്ടൻ പതുക്കെ പിൻവലിഞ്ഞു. ലാലേട്ടനാണ് ഗസ്റ്റ് അപ്പിയറൻസ് വരുന്നത്, എൻഡിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ലാലേട്ടൻ അതിൻ്റെ ക്രെഡിറ്റ് കൊണ്ടുപോകുന്നതായിരിക്കാം. ചാക്കോച്ചൻ്റെ ഫാദർ മരിക്കും മുമ്പുള്ള ഒരു അപ്പിയറൻസും മരിച്ചതിന് ശേഷമാണ്. കാര്യം പുള്ളി ആകെ തകർന്നൊരവസ്ഥയായിരുന്നു, ശാരീരികമായും മാനസികമായി. ആ പെർഫോമൻസിൽ പോലും നമുക്ക് കാണാം. ഞാൻ ഇത് ചെയ്യും, എനിക്ക് പൈസയൊന്നും വേണ്ട, പക്ഷേ ഞാൻ ആ വേഷേ ചെയ്യുള്ളൂ. ഗസ്റ്റ് വരുന്നത് മോഹൻലാലിൻ്റെ വേഷം. ആ പടത്തിൻ്റെ 50% നടക്കുന്നത് പോണ്ടിച്ചേരിയിലാണ്, 50% കേരളത്തിലുമാണ്. പക്ഷെ നമ്മൾ 99% ഷൂട്ട് ചെയ്തത് എറണാകുളത്താണ്. പോണ്ടിച്ചേരി നമ്മൾ എറണാകുളത്ത് ചീറ്റ് ചെയ്യായിരുന്നു. 2 ദിവസമാണ് പോണ്ടിച്ചേരി ഷൂട്ട് ചെയ്തത്. അതിൽ ജിബ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 ദിവസം, ഒറ്റ ദിവസം കൊണ്ട് ഒരു പാട്ടിൻ്റെ ഫുള്ളും ഒരു പാട്ടിൻ്റെ പകുതിയും 2 സീനുകളും ജിബ് ഉപയോഗിച്ചെടുത്തിട്ടുണ്ട്. അതിൽ അതിൻ്റെ ഡാൻസ് മാസ്റ്റർ മരിച്ചുപോയ അദ്ദേഹം കൂൾ ജയന്ത് അതിൻ്റെ ക്യാമറാമാൻ അനിൽ ഗോപിനാഥിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാര്യം അത്രയ്ക്ക് ഫാസ്റ്റായിട്ട് ഒരു ആ പടം നിങ്ങൾ കണ്ടു നോക്കുക. ജൂനിയർ സീനിൻ്റെ ഒരു ഫുൾ പാട്ടെടുത്തേക്കുന്നത് ജിബ് ഉപയോഗിച്ചിട്ടാണ്. ഒരു പാട്ടിൻ്റെ ഒരു പകുതി പോർഷൻ നമ്മൾ ചീറ്റ് ചെയ്തിരിക്കുക. എറണാകുളം പോണ്ടിച്ചേരി ചീറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ 2 സീനും എടുത്തിട്ടുണ്ട്. ഒരു ജിബ് ഒറ്റ ദിവസം. അന്ന് ജിബൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ആ പടം ചെയ്യുമ്പോൾ ജിബൊക്കെ എന്ന് വെച്ചാൽ ഒരു റെയർ വസ്തുവാണ്. ഇപ്പോൾ എല്ലാ പടത്തിനും 4 ജിബ് എന്ന് നടക്കും. അപ്പോൾ അന്ന് അത് ഒരു ദിവസം എടുക്കുന്നതിന് വലിയ എമൗണ്ടാണ്. പക്ഷേ ഒരു ദിവസം കൊണ്ട് നമ്മൾ 2 പാട്ടിലും സീനിൽ ഉപയോഗിച്ചു. അതിൽ ആ കൂൾ ജയന്ത് എന്ന ഡാൻസ് മാസ്റ്റർ അദ്ദേഹം മരിച്ചു. എൻ്റെ ഏറ്റവും നല്ല ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് കൂൾ ജയന്ത്. അദ്ദേഹം ക്യാൻസർ ബാധിച്ച് മരിച്ചുപോയി. അപ്പോൾ അതിൻ്റെ ക്യാമറ ചെയ്തത് നല്ല അനുഭവം. മാത്രമല്ല വേറെ പടം പറ്റി. ഞാനും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ പോണ്ടിച്ചേരിക്ക് പോകുമ്പോൾ ഞാൻ ഡയറക്ടർ, ആർട്ടിസ്റ്റ്, മീനാക്ഷി, മുകേഷ് ഏട്ടൻ, കുഞ്ചാക്കോ ബോബനൊക്കെ കൂടെ ഫ്ലൈറ്റിൽ മദ്രാസിൽ പോയിട്ട് അവിടെ നിന്ന് കാറിൽ പോണ്ടിച്ചേരി വരികയായിരുന്നു. ഫ്ലൈറ്റ് ടിക്കറ്റ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ക്യാമറാമാൻ അനിലും ആർട്ട് ഡയറക്ടർ അങ്ങനെയുള്ള ടീമൊക്കെ കൂടെ 2-3 കാറുകളിലായിട്ടാണ് പോണ്ടിച്ചേരി തിരിച്ചത്. പക്ഷേ അനി പോയ കാറ് ഓൺ ദി വേയിൽ ആക്സിഡൻറ്റിൽ പെട്ടു. നമ്മൾ മദ്രാസ് ചെന്നിറങ്ങാൻ പറയുന്നത് വണ്ടി ആക്സിഡൻ്റായി, എല്ലാവരും ഹോസ്പിറ്റലായി എന്നുള്ളതാണ്. പിറ്റേന്ന് രാവിലെ ഷൂട്ടാണ്. ആർട്ടിസ്റ്റൊക്കെ അവിടെ നമ്മൾ മദ്രാസിൽ എത്തിക്കഴിഞ്ഞു. മദ്രാസിൽ നിന്ന് അടുത്ത വണ്ടിക്ക് പോണ്ടിച്ചേരിക്ക് പോകണം. കാര്യം ഒരു തവണ ചാക്കോച്ചൻ്റെ അച്ഛൻ മരിച്ചിട്ട്, ഫാദർ മരിച്ച്, ഷൂട്ടിങ് നിർത്തി വെച്ചിട്ട് വീണ്ടും തുടങ്ങിയ പടമാണ്. ഈ ജൂനിയർ സീനിൻ്റെ സമയത്ത് പുള്ളിക്കാർ മരിക്കുക. അച്ഛൻ മരിച്ചു. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ പുള്ളിയുടെ ആ കോൺഷ്യസിനെ കുറിച്ചുള്ളൊരു ധാരണയുള്ളൂ. അപ്പോൾ മരിച്ച് നമ്മൾ പടം നിർത്തി വെച്ചിട്ട് പിന്നെ ചാക്കോച്ചൻ എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് ഷൂട്ട് ചെയ്യണം. അത് ആ പടത്തിൽ കാണാം. ചാക്കോച്ചൻ്റെ ഫാദർ മരിക്കും മുമ്പുള്ള ഒരു അപ്പിയറൻസും മരിച്ചതിന് ശേഷമാണ്. കാര്യം പുള്ളി ആകെ തകർന്നൊരവസ്ഥയായിരുന്നു, ശാരീരികമായും മാനസികമായി. ആ പെർഫോമൻസിൽ പോലും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമ്മളത് മേക്കപ്പ് ചെയ്യാവുന്ന തരത്തിൽ നമ്മൾ മാക്സിമം അദ്ദേഹത്തെ എൻ്റർടൈൻ ചെയ്ത് ആ പടത്തെ അഭിനയിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആക്സിഡൻറ്റ് ആവും. അപ്പോൾ നമ്മുടെ ഒരു ദോഷമെന്ന് പറയുമ്പോഴും ഷൂട്ടിങ്ങിനിടയിൽ ചാക്കോച്ചൻ്റെ അച്ഛൻ മരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് അതൊക്കെ ഓവർകം ചെയ്ത് ഷൂട്ടിംഗ് തീർത്തിന് 2 ദിവസം ഷൂട്ടിംഗ് പോണ്ടിച്ചേരിയിലുണ്ട്. പോണ വഴിക്ക് നമ്മുടെ ക്രൂ സഞ്ചരിച്ച വാഹനം ആക്സിഡൻ്റ് ആകുന്നു. അത് ക്യാമറാമാൻ, പ്രധാനപ്പെട്ട ആൾ, ക്യാമറാമാൻ, പ്രൊഡക്ഷൻ കൺട്രോളർ ഇന്ന് ആക്സിഡൻ്റ് ആകുന്നു. നമ്മളാകെ ഷോക്കഡായിപ്പോയി. പക്ഷേ ആ ഹോസ്പിറ്റലൈസ് ചെയ്തു. ഒരു ദിവസം ഷൂട്ടിംഗ് മാത്രം മാറ്റി വെച്ച് പിറ്റേന്ന് നമുക്ക് തുടരാൻ പറ്റി. ഇവരൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. എന്തായാലും ഞാൻ പറയുന്നത് ആ ഒരു അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട പടമാണ്, സ്റ്റാർ വാല്യൂ ഉള്ള പടമാണ്. ഇത്രയും നടന്മാരുടെ ബന്ധമുണ്ട്. ഒരു മമ്മൂട്ടി പടം, ഒരു മോഹൻലാൽ പടം പിന്നെ ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് പടം ചെയ്യാനുള്ള ധൈര്യം എന്തുകൊണ്ട് കാണിച്ചില്ല? പിന്നെ ഇവരൊക്കെ സമീപിച്ചായിരുന്നു ആരെങ്കിലും? നല്ല ചോദ്യമാണ്. കാര്യം ഇത് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കാൻ പാടില്ല. ഞാനൊരു ഡോക്ടർ എഴുതിയൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ഒരു ഫാൻറ്റസിയാണ്. കഥ ഞാൻ പറയുന്നില്ല. ഒരു ഫാൻറ്റസി സബ്ജക്റ്റാണ്. 3 പെൺകുട്ടികളുടെ അച്ഛൻ നും 3 പെൺകുട്ടികളുടെയും കഥ. ഒരു ഇളയ പെൺകുട്ടിയുടെ ഒരു ഫാൻറ്റസിയിൽ മോഹൻലാൽ വരുന്നൊരു സിനിമ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ജയറാം ചേട്ടനെ സമീപിച്ചു. ജയറാമിന് അച്ഛൻ ശേഷം അപ്പോൾ ഞാൻ ഹോട്ടൽ ശ്രീചക്ര പാലക്കാട് പോയി ജയറാം ചേട്ടനെ കണ്ടു, കഥ പറഞ്ഞു. ജയറാം ചേട്ടൻ എന്നെ വളരെ കെട്ടിപ്പിടിച്ചിട്ട് ബന്ധമാണ്, കുറേ പടത്തിലൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹീറോ ഒരു എന്താണ് പറയുന്ന ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ലാലേട്ടനെ കണ്ട് ട്രാവൻകൂർ കോർട്ടിൽ വെച്ച് എൻ്റെ ഒരു പ്രൊഡ്യൂസർ 10 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നു ജയറാം ചേട്ടനോട് കഥ പോകും, ജയറാം ചേട്ടൻ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നു. 3 പെൺകുട്ടികൾ, ഭാര്യ.
ഇളയ കുട്ടിയുടെ ഒരു ഫാൻറ്റസിയാണ് സിനിമ. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഓക്കെ പറഞ്ഞു 10 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തിട്ട് അപ്പം ഗസ്റ്റ് റോളാണ് പുള്ളിയുടെ എമൗണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അതിപ്പം അഡ്വാൻസ് മാത്രം കൊടുത്തു. പടം ഓക്കെ ചെയ്തു. അപ്പോൾ ജയറാം ചേട്ടനാണ് ഹീറോ, ലാലേട്ടൻ ഗസ്റ്റ് അപ്പിയർ. അതിന് പുള്ളിക്ക് നോ ഒബ്ജക്ഷൻ ഇല്ലേ? അല്ലല്ല, ഒരു കുഴപ്പമില്ല. അത് അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ്, ചെയ്യേണ്ടതാണ്. ഈ സബ്ജക്റ്റ് നമ്മൾ അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്നു ശ്രീമതി ടീച്ചറുമായി ഇതിൽ കഴിഞ്ഞിട്ട് അന്നത്തെ ഒരു ചീഫ് സെക്രട്ടറി അല്ല, അവരുടെ സെക്രട്ടറി ഒരു IAS അവരുമായിട്ട് ഒരു ഡോക്ടർ എഴുതിയ സബ്ജക്റ്റാണ്. അങ്ങനെ ഇത് കഴിഞ്ഞ് ജയറാം ചേട്ടൻ വിളിച്ചപ്പോൾ ജയറാം ചേട്ടൻ പതുക്കെ പിൻവലിഞ്ഞു. അപ്പോൾ ഞാൻ സുരേഷ് ചേട്ടനെ പോയിക്കൊണ്ട് എന്തായിരിക്കും പിൻവലിച്ചത് കാരണം? അത് ഇതിനകത്ത് ലാലേട്ടനാണ് ഗസ്റ്റ് അപ്പിയറൻസ് വരുന്നത്, എൻഡിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ലാലേട്ടൻ എൻ്റെ ക്രെഡിറ്റ് കൊണ്ടുപോകുന്നതായിരിക്കാം. അതൊന്നും നമുക്ക് ആ ചോദ്യത്തിൻ്റെ പ്രസക്തിയില്ലല്ലോ. അദ്ദേഹത്തിന് അങ്ങനെ അക്കടി പറ്റുന്നു. തിരുവണ്ണാപുരത്തെ വിശേഷങ്ങളും ഗസ്റ്റ് വന്നപ്പോഴത്തേക്ക് പുള്ളിയുടെ പ്രയോറിറ്റി പോയി. വേറെ പടത്തിലും പോയിട്ടുണ്ട്. സമ്മറൻ ബദ്ലഹേം, അപ്പോൾ അങ്ങനെ എന്തോ അത് മാറി. അപ്പോൾ ഞാൻ സുരേഷ് ചേട്ടനെ സമീപിച്ചു. സുരേഷ് ചേട്ടൻ സബ്ജക്റ്റ് കേട്ടു. സുരേഷ് ചേട്ടൻ നമ്മൾ രവീറയെ വെച്ചിട്ടാണ്, എറണാകുളം രവീറയെ വെച്ചിട്ടാണ് സമീപിക്കുന്നത്. രവീറയിലാണ് എൻ്റെ പടം ജൂനിയർ സീനിയർ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതേ റൂമിൽ, അത് ഡബിൾ റൂമാണ്, പോണ്ടിച്ചേരി ഷൂട്ട് ചെയ്താണ്. 2 റൂമുണ്ട്, 2 റൂമിൻ്റെ സെൻറ്ററിലൊരു വാതിലുണ്ട്, അതുവഴി അപ്പുറത്തും ഇപ്പുറത്തും പോകാവുന്ന ഒരു സ്യൂട്ട് റൂമാണ്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ പറഞ്ഞത് എൻ്റെ പടം ഷൂട്ട് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് കഥയൊക്കെ പറഞ്ഞു. ഞാൻ ഇത് ചെയ്യും, എനിക്ക് പൈസയൊന്നും വേണ്ട, പക്ഷേ ഞാൻ ആ വേഷമേ ചെയ്യുള്ളൂ. ഗസ്റ്റ് വരുന്നത് മോഹൻലാലിൻ്റെ വേഷം. അപ്പോൾ അന്ന് പറഞ്ഞ് വേറെ വാക്കുണ്ട്, ഇതിന് ഗസ്റ്റ് വേഷം ഇന്ന ആളാണ് വരണമെങ്കിൽ അത് ഞാൻ പറയാനില്ല, ഇന്ന ആളാണ് വരണമെങ്കിൽ ഞാൻ മറ്റേ വേഷം ചെയ്യാം. അങ്ങനെ ഞാൻ മുകേഷ് ചേട്ടനെ സമീപിച്ചു. പുള്ളിക്ക് ആ ഒരു കണ്ടീഷൻ്റെ താല്പര്യമില്ലായിരുന്നു അല്ല, അത് പുള്ളി എടുത്ത് എന്തും പറയൂല, എന്നോട് നല്ല അടുപ്പമുള്ള ആളാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം മോഹൻലാൽ ഗസ്റ്റായിട്ട് വരുന്നതിന് പുള്ളിക്കും താല്പര്യമില്ല. പുള്ളിക്ക് ഞാൻ ആ ഗസ്റ്റ് അപ്പിയറൻസ് എനിക്ക് ഒരു പൈസ എന്താണ് ഞാൻ ചെയ്യാം. അതെന്ത് പിന്നെ കൊടുക്കായിരുന്നു? എന്തുകൊണ്ടായിരിക്കും ഗസ്റ്റ് അപ്പിയറൻസ്? അപ്പോൾ ആ പ്ലാൻ വെച്ചിട്ട് മുകേഷ് ചേട്ടനെ സമീപിച്ചു. നമ്മൾ ബഡ്ജറ്റ് മുകേഷ് ചേട്ടനെ കൊണ്ട് ലാലേട്ടനെ വെച്ചിട്ട് ഗസ്റ്റ് ചെയ്യാം. മുകേഷിനെ സമീപിച്ചപ്പോൾ മുകേഷ് പറഞ്ഞു സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടു, എനിക്ക് പൈസ പ്രശ്നമല്ല, ഞാൻ ഈ പടം ചെയ്യും, പൈസ പ്രശ്നമല്ല. അപ്പോൾ പ്രൊഡ്യൂസർക്ക് മുകേഷ് ചേട്ടനും മോഹൻലാലും കോമ്പിനേഷനിൽ അവരുടെ ബഡ്ജറ്റ് വർക്കൗട്ട് ആവില്ല. അങ്ങനെയാണ് ആ പ്രോജക്റ്റ് ഉപേക്ഷിക്കപ്പെട്ടത്. ഈ നടന്മാർ തമ്മിലുള്ള ഒരു കളിയിൽ നമ്മളൊരു സ്വപ്നം അവിടെ നശിച്ചു അല്ലേ? അതൊരു സൂപ്പർ ഹിറ്റ് പടം ആവുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല, പക്ഷേ അതൊരു നല്ല സിനിമ ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ എഴുതിയ ഡോക്ടർ മരിച്ചു. അത് മാത്രമല്ല സമീപിച്ച ആൾക്കാരിൽ താരങ്ങളാണെന്നുള്ളതാണ്. താരങ്ങളാണ്. അപ്പോൾ ഇത് ഇത്രയും ക്ലാരിറ്റിയോടെ പറയുമ്പം ഞാനിത് പലയിടത്തും ഫ്രണ്ട്സിനോട് പറയുമ്പോൾ അവർ ചിലപ്പോൾ വിശ്വസിക്കൂല, അവിശ്വസനീയമായി തോന്നാം. എങ്കിലേ ഈ ഒരു സംഭവം നടന്നായിരുന്നെങ്കിൽ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഡയറക്ടർ കൂടി നമുക്കൊരു മലയാള സിനിമയിലേക്ക് തീർച്ചയായും അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സിനിമ ചെയ്തു എന്നുള്ള ചിലപ്പോൾ ഒരു സക്സസ് സിനിമ എന്നപ്പുറം ഒരു വേറൊരു മൂഡിലുള്ള ഒരു നല്ല സിനിമ ചെയ്തു എന്നുള്ളൊരു പേര് വരുമായിരുന്നു. എന്നെ ഭയങ്കരമായിട്ട് പിറകോട്ടടിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫെഡപ്പാവുക എന്ന് പറയുന്നത് നമ്മളൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ ഓർക്കം ചെയ്യാൻ പറ്റുമെങ്കിലും പെട്ടെന്ന് ഫെഡപ്പാവുന്ന കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ ഞാൻ പിന്നെ ഇപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്ററി ചെയ്യാൻ നിർബന്ധമില്ല, KR ഗൗരിയമ്മയെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ചെയ്തു. അതിലൊരു സംതൃപ്തി ഉണ്ട് അല്ലേ? അല്ല, അങ്ങനെയല്ല. എൻ്റെ ഈ സിനിമ വരുമ്പോൾ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടായിരുന്നു. ഞാനിപ്പോൾ കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹിക പ്രവർത്തനവും ഒക്കെ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ പോയി ഞാനൊരു ഡോക്യുമെൻ്ററി ഒരു നേർക്കണ്ണാടി എന്ന് പറഞ്ഞിട്ട് KR ഗൗരിയമ്മയെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ചെയ്യുകയായിരുന്നു.